മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിമിക്രി, നാടൻപാട്ട്, കഥാപ്രസംഗം എന്നിവയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ മധു പുന്നപ്ര എന്ന നമ്മുടെ സ്വന്തം മധുചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് നമ്മൾ പോകുന്നത്. ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, ഒപ്പം ചേട്ടനിട്ടൊരു ചെറിയ പണിയും കൊടുക്കാം. ഓക്കെ, വരും. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. അങ്ങനെ മധുചേട്ടനെ നേരിൽ കണ്ടിരിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. ഒത്തിരി സന്തോഷം. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. കാരണം ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് വി ഡി രാജപ്പൻ സാറിന്റെ അപരനായിട്ട്, അപരൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഫുൾ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അതേപോലെ കഥാപ്രസംഗം ചെയ്യുന്നു, അങ്ങനെ ഒരു വീഡിയോയിലാണ് ചേട്ടൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. അത് തന്നെ ആയിരുന്നോ ചേട്ടൻ്റെ തുടക്കം? തുടക്കം അതല്ല, തുടക്കം യഥാർത്ഥത്തിൽ ഓട്ടം തുള്ളലാണ്. എനിക്ക് തോന്നുന്നു മിമിക്രിയേക്കാളും കൂടുതൽ നല്ല പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്ത് തന്നെയാണ് മിമിക്രിയിലൊക്കെ മോണോ ആക്ടിനൊക്കെ മത്സരിക്കുന്നത്. പിന്നെ അച്ഛനാണ് ഞങ്ങളുടെ കലാരംഗത്തെ ഗുരു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും അനുജനും കൂടെ, എൻ്റെ അനുജൻ മനോജ് എന്ന് പറയും, പുന്നപ്ര, മിമിക്രി വേദിയിലെ സയാമീസ് ഇരട്ടകൾ എന്ന പേരിലൊരു എന്താ പറയുക, ഒരു കോമ്പിനേഷൻ കേരളത്തിൽ ഇങ്ങനെ രൂപപ്പെട്ടു വന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ചെറിയൊരു ട്രൂപ്പ് രൂപീകരിച്ചു. അപ്പോൾ മിമിക്രിയേക്കാൾ ഉപരി, അല്ലെങ്കിൽ രായപ്പ സാറ് പിന്നീടാണ്, അതായത് മിമിക്രിക്ക് ഇടക്കാലത്ത് നമുക്ക് പറഞ്ഞു വേദികളിൽ നിന്നൊരു അല്പം ഒരു ചെറിയൊരു മാറ്റം വന്നു. ആ മാറ്റം വന്ന സമയത്താണ് അച്ഛനാ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, ഈ വി ഡി രായപ്പൻ്റെ സാറിന് എല്ലാവരും ചലച്ചിത്ര താരങ്ങളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് രായപ്പ സാറിൻ്റെ വേഷത്തിൽ വന്നിട്ട് 2 മിനിറ്റ് വന്നിട്ട് കാലെടുത്ത് കീച്ചരുതേ നാട്ടാരേ, എല്ലു വലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ കാലെടുത്തു കീച്ചരുതേ നാട്ടാരേ, തബലകൾ കിഴിയും ഹാർമോണി തകരും, തബലകൾ കിഴിയും ഹാർമോണി തകരും, അയ്യോ എൻ്റെ ഗിറ്റാർ ഒടിക്കരുതേ, കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, എല്ലു വലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, കപ്പക്കിട വഴി കമുകിന്നിട വഴി ഓടുമേ ഞാൻ ചാടുമേ, ഒറ്റ കുതിപ്പിന് വേലികളൊക്കെ ചാടുമേ ഞാൻ ചാടുമേ, പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ, പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ, കഥകളി പല വഴി കുമളിയിൽ അതുവഴി സകലതും പറയുമേ, സൂര്യനും നെല്ലിയുമേ എൻ്റെ അമ്മോ എൻ്റെ കഥ പുതിയ കഥ ആവി കൊണ്ട് പോകഞ്ഞിരിക്കുന്ന നാട്ടുകാർ കല്ലെടുത്തു കീച്ചിങ്ങനെ. ഈ രായപ്പ സാറിൻ്റെ ഇപ്പം എല്ലാവരും ഈ സിനിമാ താരങ്ങൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ അനുകരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യത്യസ്തത എന്നുള്ളത്, ഞാനും വന്ന് രായപ്പ സാറിൻ്റെ രീതിയിൽ വന്ന് 1 മിനിറ്റ് വന്ന് ഏതെങ്കിലും എന്തൊക്കെ കഥയിലിങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് പോകും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടാ, നീ ആ രൂപഭാവങ്ങളും ശബ്ദമൊക്കെ അനുകരിക്കുന്നുണ്ട്, എന്തൊക്കെ കഥാപ്രസംഗമായിട്ടൊന്നും അവതരിപ്പിച്ചാൽ എന്താ. അപ്പോൾ അങ്ങനെ ഞാൻ ചികയുന്ന സുന്ദരി എന്ന് അനൗൺസ് ചെയ്തു. ചികയുന്ന സുന്ദരി അടുത്ത വർഷം അത് വേദിയിൽ അവതരിപ്പിക്കും. സത്യം പറയാം എൻ്റെ മിത്രമേ, ഞാൻ ആ അനൗൺസ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ബുക്കിങ്ങുകൾ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം സത്യം പറയാം, കഥ ഞാൻ പഠിച്ചിട്ടില്ല. കഥ പഠിക്കാതെയാണ് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പരിപാടി ബുക്കിംഗ് വരാൻ തുടങ്ങി. ബുക്കിംഗ് വന്ന് ടെൻഷനായി. ഇപ്പം നമുക്ക് സാധാരണ ഒരു സാമൂഹിക കഥയാണെങ്കിൽ നമുക്ക് സാധാരണ ലെവലിൽ പറഞ്ഞ് കഥയുടെ ഒരു ഓർഡർ കിട്ടും. പക്ഷേ രായപ്പ സാറിൻ്റെ കഥയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ കഥയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാസം ഒപ്പിച്ച്. പക്ഷേ ഇത് പഠിക്കാൻ പാടാം, കാരണം ഒരു കഥ തുടങ്ങിയാൽ കഥ തീരുന്നത് വരെ അക്ഷരങ്ങൾ കണക്ട് ചെയ്താൽ കഥയുടെ ഓർഡർ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. പഠിക്കാൻ തുടങ്ങിയപ്പോൾ ടെൻഷനായി. കാരണം ആദ്യത്തെ പരിപാടി ഏറ്റുമാനൂർ, അതും രായപ്പ സാറിൻ്റെ ആരാധകർ ബുക്ക് ചെയ്തിരിക്കുക പരിപാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കഥ ഇരുന്നുകൊണ്ട് പഠിച്ചിട്ട് ശരിയാകുന്നില്ല. അവസാനം ബുക്കിൽ എഴുതി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹൃദയസ്ഥമാകും, നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ നമുക്ക് ഉള്ളിലേക്ക് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എഴുതി പഠിച്ചു. ഒരു പരുവത്തിന് ഞാൻ അവിടെ പരിപാടി ഏറ്റുമാനൂർ പ്രോഗ്രാം തുടങ്ങി ഒരു 10-15-20 മിനിറ്റത്തേക്ക് എനിക്ക് കഥ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്താ പറയുക, ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്, ഇവരിത് എടുക്കുന്നില്ല, 2-2.5 മണിക്കൂർ നിൽക്കേണ്ട ഒറ്റയ്ക്ക്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഡിയൻസിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവർ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുന്നുണ്ട്, കൈയടിക്കേണ്ട സമയത്ത് കൈയടിക്കുന്നുണ്ട്. രായപ്പ സാറിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകരുടെ പ്രതികരണത്തിലൂടെ എനിക്ക് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ആവേശത്തിലായി. കഥ തീർന്നു കഴിഞ്ഞപ്പോൾ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു എന്ന് പറഞ്ഞ് കഥ നിൽക്കുകയും, നമ്മൾ സിനിമയിലൊക്കെ കൃത്രിമമായിട്ട് ഈ സെപ്പറേറ്റ് നമ്മൾ ഷോട്ട് ക്രിയേറ്റ് ചെയ്യുമല്ലോ കൈയടിക്കുക എന്നതുപോലെ ഈ ഓഡിയൻസ് കംപ്ലീറ്റ് എണീറ്റ് നിന്ന് കൈയടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. എനിക്ക് മനസ്സിലായി ഇത് ഏറ്റവും മനസ്സിലായി.
അപ്പോൾ പിന്നീട് ഞാൻ എൻ്റെ യാത്ര എനിക്കൊന്ന് യൂറോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ രായപ്പ സാറിനെ സ്നേഹിക്കുന്നവർ എൻ്റെ കഥ ബുക്ക് ചെയ്യുന്നു. രായപ്പ സാറിനെ കാണാനാക്കി പിന്നൊരു യാത്രയായിരുന്നു രായപ്പ സാറുമായിട്ട്. അപ്പോൾ എന്തായാലും അത് അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയാണ് ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്റ്റാർ എന്ന് പോയാൽ നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്കിലും ജീവിച്ചു പോകാൻ പറ്റിയത് രായപ്പ സാറ് പോലും. ഓക്കെ, ഇനി ചേച്ചിയിലേക്ക് മായ ചേച്ചി എന്താ ഹൗസ് വൈഫാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ്? പണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കല്യാണത്തിന് ശേഷം ഇവിടുത്തെ വർക്കാ. ചേച്ചി എങ്ങനെയാ ചേട്ടൻ ഈ കഥാപ്രസംഗം കാര്യം കഥകൾ ഇഷ്ടപ്പെടുവോ? ചേട്ടനടുത്ത് പറയോ എനിക്ക് ഇന്ന് രാത്രി ഈ കഥ പറഞ്ഞു തരുമോ, അങ്ങനെ ചോദിക്കാറുണ്ട്? ഒരു കഥയില്ലാത്ത ആളാണ്. ഓക്കെ, നമുക്ക് ഇനി ഇവരിലേക്ക് വരാം. മഹാദേവൻ ആൻഡ് മഹേശ്വർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ വർക്ക് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മഹേശ്വർ? രണ്ടുപേരും നല്ല അസാധ്യ കലാകാരന്മാരും കൂടെ ഉണ്ട്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മിമിക്രി, നാടൻ പാട്ട്, വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ? എല്ലാം ഉണ്ട്. അച്ഛന്റെ അതേ പാത പിൻപറ്റിയൊക്കെയാണ്. സൂര്യ കോമഡിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കാൻ പറഞ്ഞാൽ എന്തായാലും? കുറച്ച് സിനിമാ നടന്മാരുടെ താരങ്ങളുടെ കുറച്ച് ശബ്ദങ്ങൾ. ഓക്കെ, നൈസ്. അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ആസിഫ് അലിയുടെ കെട്ടിയോളാൻ്റെ മാലാഖ എന്ന് പറഞ്ഞ ക്ലൈമാക്സ് സീനിൽ ചെറിയ രംഗം നല്ലപോലെ കാണാം. നന്നായില്ലെങ്കിൽ ഞാൻ നന്നാക്കിക്കോളാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡൈവോഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അങ്ങനെയായിരുന്നു ക്ലൈമാക്സ് സീനിലെ രംഗം. നല്ല പണം ചിരിക്കുന്നത് അതിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് ഈ നമ്മുടെ പഴയ കാലത്തെ ആസിഫ് അലി എന്ന് പറയുമ്പോൾ നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറിലെ ആദ്യങ്ങളാണോ വീട്, ആദ്യങ്ങളുള്ള ബാസ്കറ്റ്ബോളല്ലേ, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാ. പിന്നെ ഹണീബിയിലോട്ട് വന്നപ്പോ ഏഞ്ചലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഞ്ചലേ. അങ്ങനെ ഞാൻ നമ്മുടെ ഇവൻ പുതിയ താരത്തെ ചെയ്തു, ഞാൻ കുറച്ച് പഴയ ഒരു താരത്തെ ചെയ്യാം. എൻ പിള്ള സാർ. മറക്കണോടോ, ഞാൻ മറക്കണോന്ന് എൻ്റെ ലക്ഷ്മിക്കുട്ടി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ കൈകളിൽ കിടന്ന് ഉടഞ്ഞ ഓടിച്ചത്, അത് ഞാൻ മറക്കണോന്ന്. അനിയൻ രണ്ടെണ്ണം കാണിച്ച സ്ഥിതി, രണ്ടല്ല മൂന്നെണ്ണം കാണിച്ച സ്ഥിതിക്ക് ഇനിയും ഒരെണ്ണെങ്കിലും ഒന്നല്ല രണ്ടെണ്ണം പറ്റിയ സന്തോഷം. വീണ്ടും പഴയൊരു താരം സത്യൻ മാഷിന്റെ വ്യത്യസ്തമായിട്ടൊരു കോമഡി വോയിസ് ചെയ്യാം. ഓക്കെ. അമ്മേ, എന്ത് തെറ്റാ അമ്മേ അമ്മയോട് ഞാൻ ചെയ്തത്? ഉറങ്ങിക്കിടന്ന അച്ഛനെ തല്ലിക്കൊന്നതാണോ അമ്മേ ഞാൻ ചെയ്ത തെറ്റ്? അടുത്ത ആഴ്ച ഞാൻ ദുബായിക്ക് പോവാ മീൻ പിടിക്കാൻ. അമ്മ വരുന്നു? അപ്പൊ എന്തായാലും ഇനി ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കുന്നു, കുറച്ച് നേരം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ചേട്ടാ, ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് ചേട്ടന് ചെറിയൊരു പണി തരാൻ വേണ്ടിയിട്ടാണ്. അത് എന്ത് പണിയാന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനല്ല, ചേട്ടന് ഇത്രയും നാള് ചേട്ടന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എന്തൊരു വാക്ക് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി. സഹിച്ചതിന് പ്രത്യുപകാരമായിട്ട് ചേച്ചി ഒരു പൊട്ടാൻ പണി ചേട്ടന് തരാൻ പോവാണ് ഇപ്പൊ. ചേച്ചി എന്ത് പണി നമുക്ക് കൊടുക്കാം? ഇത്രയും പേരില്ലേ, ഇത്രയും പേർക്ക് ചായ ഇട്ട് കൊടുക്കും. സിമ്പിൾ ആയി പോയോ? സിമ്പിൾ. ചായപ്പൊടിയുടെ കളർ എന്തോന്നറിയില്ല, ചായപ്പൊടി മാറി കാപ്പിയാക്കരുത്. ഇല്ലില്ല. അതുപോലെ 10 പേർക്ക് ചേച്ചി അതിനുശേഷം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ചേച്ചി വരും ടെസ്റ്റ് ചെയ്യാനായിട്ട്. മധുരം കറക്റ്റ് ആയിരിക്കണം, കടുപ്പം കറക്റ്റ് ആയിരിക്കണം, 10 പേർക്കുള്ള ഗ്ലാസ് നിറഞ്ഞു നിൽക്കണം. 11 ആവരുത്. കറക്റ്റ് 10 പേര്. പിന്നെ അല്ല, അപ്പൊ ഒരു കാര്യം ചെയ്താ എന്താണ്? 10 പേര് അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചാൽ മതി. അങ്ങനെ കുടിച്ചാൽ അതിന് ഞങ്ങൾ ചിലര് കുറച്ച് കുടിക്കുന്നുണ്ട്, കൂടുതൽ കുടിക്കുന്നു. ചേച്ചി ഇതിനോട് നമ്മൾ യോജിക്കണോ? വേണ്ട, അത്രേ ഉള്ളൂ. ചേച്ചിയുടെ തീരുമാനം ഞാൻ 10 ഗ്ലാസ് വെച്ച് ഞാൻ റിഹേഴ്സൽ ചെയ്തു. ഓക്കെ, എന്തായാലും ചേട്ടാ ടാസ്ക് ആയിട്ട് എടുക്കാൻ റെഡി അല്ലേ? എടുക്കാം. ഓക്കെ, സോ എന്തായാലും ചേട്ടൻ ചായ ഉണ്ടാക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് നമുക്കിനി കടക്കാം. സകലകലാ വല്ലഭനായ മധുചേട്ടൻ ഇതുവരെ പയറ്റാത്ത ഒരു മേഖലയിലേക്കാണ് നമ്മൾ ഇനി കടന്നു ചെല്ലാൻ പോകുന്നത്. ചേട്ടാ റെഡിയാണോ? റെഡിയാക്കാം. ചായ ഇടാറുണ്ടോ സാധാരണ? ചായ ഇട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊക്കെ കാണുന്നല്ലേ, കണ്ടും കൂടുതൽ ശീലമുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറെ ടാസ്ക് ഉണ്ട്. പാൽ എത്ര വേണം, പഞ്ചസാര എത്ര ഇടണം എന്നുള്ള ഒരു കണക്ക് വേണ്ടേ? അതുണ്ട്. അതിപ്പം നമുക്കിപ്പോ എത്ര ക്ലാസ് ആണെന്ന് പറഞ്ഞു? ഞങ്ങൾക്ക് 10 ക്ലാസ്. ഞങ്ങൾ കല്യാണം ആലോചിച്ചിട്ട് വന്നേക്കാണ്. ഇവിടുത്തെ മോന് കല്യാണം ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ കാരണന്മാരെല്ലാവരും കൂടെ വന്നേക്കാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു നല്ല അടിപൊളി ആ ചായയിലാണ് കല്യാണം ഞങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നത്. 10 ഗ്ലാസ് ചായ വേണം. 10 ക്ലാസ് 10 പേരെ വന്നിരിക്കുന്നത്. ശരി, അപ്പൊ അത് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എവിടുന്നാ തുടങ്ങണ്ടേ? തുടങ്ങേണ്ടത് നമുക്ക് ആദ്യം പാലെടുത്ത് വെക്കാം.
വെള്ളം ഒഴിക്കണം. വെള്ളം 10 ഗ്ലാസ്സല്ലോ? 10 ഗ്ലാസ്. 10 ഗ്ലാസ് ആക്കാം. ഇത്തിരി കൂടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 10 ഗ്ലാസ്സിന് എത്ര മതിയാകും തോന്നില്ലേ? എനിക്കറിഞ്ഞൂടാ. ഇല്ല, പോരാ. വരാ. ശകലം കൂടെ ആണോ? ഓക്കെ. എന്തായാലും ഇത്തിരി പറ്റുമല്ലോ. അവസാനം നാടോടിക്കാറ്റിലെ പോലെ വെള്ളം മാത്രം ആവരുന്നുണ്ടോ? മതി. റെഡിയാണ്. തിളക്കട്ടെ. ഓക്കെ. കത്തിച്ചാ അതൊക്കെ പരിപാടി. അതൊക്കെ എപ്പോഴും തീർത്ത്. അതായത് കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് വെള്ളത്തിന്റെ കാര്യം. അളവ് ഞാൻ 10 ഗ്ലാസ് ആലോചിച്ചു. ഓക്കെ. അപ്പൊ ചേട്ടാ, അപ്പൊ ഇത് തിളയ്ക്കാനുള്ള സമയം എന്തായാലും എടുക്കും. ഒരു കണ്ണ് ഇവിടെ വേണം, പതഞ്ഞു പോകുന്നുണ്ടോന്ന്. അപ്പൊ ചേട്ടന് സിനിമാ വിശേഷങ്ങൾ, ഇപ്പൊ ചേട്ടൻ ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ഞാൻ ഒരു പൂജ ഒക്കെ കണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ഡയറക്റ്റ് ചെയ്യാൻ കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ തീച്ചാമുണ്ടി എന്ന് പറയുന്നൊരു ഫിലിം, ചെറിയൊരു കൊച്ചു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. കുറേ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ മികച്ച ഡയറക്ടർക്ക്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, അങ്ങനെയൊക്കെ കുറേ സിനിമോട്ടോഗ്രാഫി. അപ്പോൾ അതിനകത്തൊക്കെ ഒരു 4-5 അവാർഡുകൾ, അത് എവിടെയൊക്കെ മത്സരത്തിന് പോയിട്ടുണ്ടൊക്കെ അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ സാങ്കേതിക പ്രവർത്തകരും ഞങ്ങളെല്ലാം ആലോചിച്ചു ഒരു പുതിയ സിനിമയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തിരക്കഥ, സ്ക്രീൻ പ്ലേ ക്ലൈമാക്സ് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും 2025 ഒരു പടം പ്രതീക്ഷിക്കാം. അത് ഏതൊരു ജോണറിൽ വരുന്നൊരു സിനിമയായിരിക്കും? എന്തായാലും ഒരു മത്സര വിഭാഗത്തിലേക്കും, എന്നാൽ സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ. 2 വിഭാഗങ്ങൾ ഉദ്ദേശിക്കും. കാരണം വെച്ചാൽ അതിൻ്റെ സബ്ജക്റ്റ് അതുപോലെയാണ്. സബ്ജക്റ്റ് മീൻസ് നമുക്കറിയാം, കൊറോണ കാലത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം. കാരണം ഞാൻ ഈ പരിപാടിക്ക് കൊണ്ടുവന്ന് മേക്കപ്പ് ബോക്സ് ഇരുന്ന് പോയി. 2-3 വർഷം പ്രളയവും കോവിഡൊക്കെ മൂലം ഇരുന്ന് പോയി കഴിഞ്ഞപ്പോൾ അതിരുന്ന് വല്ലാതെ. ഒരു ദിവസം ഞാൻ ഈ ബാഗ് എടുക്കാൻ നോക്കുമ്പോൾ ബാഗെല്ലാം പൊടി തട്ടി വല്ലാതിരിക്കുന്നു. അപ്പോൾ വൈഫ് പറഞ്ഞു വീടൊന്ന് തൂത്ത് വൃത്തിയാക്കണം, ആ മേക്കപ്പ് ബോക്സ് ഒന്ന് മാറ്റാൻ പറഞ്ഞു. ഞാൻ ഈ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ പാൻ കേക്ക് പൊടിഞ്ഞ് വല്ലാതിരിക്കുകയാണ്, പൂപ്പലൊക്കെ പിടിച്ച്. എനിക്ക് ഭയങ്കര വിഷമമായി. ഇടയ്ക്ക് നോക്കണം. അപ്പം ഈ വിഷമം കാരണം ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനങ്ങനെ എത്രയോ വേദികളിൽ എൻ്റെ മുഖം പ്രകാശപൂരിതമാക്കിയ എൻ്റെ മേക്കപ്പ് ഈ അവസ്ഥയിരിക്കുന്ന കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കഥ. അത് ഒരു പ്രമുഖ വാരികലാക്കാതെ ഞാൻ എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു, സൺഡേ സപ്ലിമെൻറ്റ്. അതാണ് പിന്നെ എൻ്റെ മേക്കപ്പ്, എൻ്റെ ബാഗ് എന്ന പേരിലാണ് ആ കഥ വന്നത്. അപ്പോൾ ആ പാൻ കേക്ക് മേക്കപ്പ് തൻ്റെ ജീവിതകഥ, ദുഃഖകഥ എന്നോട് പറയുന്ന, അത് ഒരു മനുഷ്യ രൂപത്തിലേക്ക് ഈ മേക്കപ്പ് മാറുകയാണ്. അതാണ് ഞാൻ ചെയ്ത തീച്ചാമുണ്ടി. അതൊരു നല്ല സംഭവമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഇപ്പോൾ ചെയ്യണത്. ഞാൻ കഥ പറയുന്നില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ ഒരു കോമഡി സബ്ജക്റ്റ് ആയിരിക്കില്ല? ഒരിക്കലില്ല. ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഞാൻ ചെയ്ത ഇല്ലാത്തവരുടെ വിരലടയാളം, തീച്ചാമുണ്ടി, ചക്കരവാവ, അങ്ങനെ കുറേ ഫിലിംസ് എല്ലാം വെരി സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം ഈ തമാശ പറയുന്നവർക്കായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കാനും ദുഃഖങ്ങളെ കണ്ടാൽ തിരിച്ചറിയാനും പറ്റുന്ന വിശ്വാസക്കാരനെ. നമ്മുടെ സംഭവം തിളച്ചു പറയുന്നത് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. കാരണം ഇപ്പം എനിക്കൊരു ഡൗട്ട്, ഈ 10 ഗ്ലാസ് ഞാനൊരു ഉദ്ദേശം വെച്ച് തട്ടിയതാണ്. നിങ്ങൾ ഉള്ള ഒരു 10 പേര് വന്ന അതിഥികൾ പെണ്ണിന്റെ വീട്ടുകാർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളും കേട്ടോ. അതൊന്നുമില്ല, ഞങ്ങൾ ഇതിനകത്താണ് വിലയിരുത്തുന്നത്. മകൻ എത്രത്തോളം അച്ഛൻ പണിയെടുക്കണമെങ്കിൽ മകൻ സ്വാഭാവികമായിട്ടും പണിയെടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞങ്ങളെ മകളെ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് കെട്ടിച്ചയക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? ഇന്നോട്ട് ഞാൻ പാചകം പഠിച്ചു. തിളക്കുന്നില്ലല്ലോ, അത് കെട്ടുപോയാ? ഇല്ല, നിങ്ങൾ 10 പേർക്ക് റെഡിയാക്കണ്ടേ? 2 ഗ്ലാസ് ചായല്ലോ. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പരീക്ഷണം വിജയിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാനൊരു പരിപാടി ചെയ്യുന്നുണ്ട്, ഇതിന്റെ ക്ലൈമാക്സ് ഞാനൊരു പരിപാടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ 10 പേരല്ലേ? ഞാൻ ചെയ്തു തരാം. ഗ്ലാസ് ഇല തന്നെ ആണല്ലോ അല്ലേ? പിന്നെ ഇത് നല്ല സാധനമല്ലേ? എനിക്കെന്തോ കുരുമുളക് പൊടി പോലെയൊക്കെ തോന്നുന്നു. ഇവിടെ എല്ലാം ഈ പിന്നെ ബ്രാൻഡഡ് സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അതായത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ തയ്യാറാക്കുന്ന, ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്, ഗോപാൽ ബ്രാൻഡ് എന്ന് പറയും. ഗോപാൽ ടീ. ചേട്ടൻ മേടിച്ചോണ്ട് തേയില്ല, ഇത് എവിടെ നിന്ന് തേയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് ബ്രാൻഡ് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഗോപാലേട്ടൻ്റെ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ടാം. ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരധികം പഞ്ചാരകളല്ല, അതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ എന്തായാലും ഇനിയിപ്പം പഞ്ചസാരയിലേക്ക് പോവാം. ഓക്കെ.
ചായ നോക്കിയാ എന്റെ നിറം നോക്കിയേ. കാണാൻ നല്ല ബർക്കത്തൊക്കെ അടിപൊളിയാ, സംഭവം അടിപൊളിയാ, നോക്കണം. ഇവനെ അടിച്ചെടുക്കാം. ഓക്കെ. നമ്മള് 10 പേരാണ് കേട്ടോ. 10 ഗ്ലാസ് ചായ കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ തുളുമ്പ് നിൽക്കണമെന്ന് തുളുമ്പി നിൽക്കണ്ട, ഒരു 3/4 ഭാഗത്തോളം മതി. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെയാണെങ്കിലും ജീവിച്ചോളൂ. 4 കാലില് വീഴൂ. കറക്റ്റ് 10 ഗ്ലാസ് ഉണ്ട്. കറക്റ്റ് 10 ഗ്ലാസ് ഉണ്ട്. ആദ്യത്തെ ചായ ചേച്ചി തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്താലും ഇതിനെന്തൊക്കെ കുറവുകളുണ്ട്, കൂടുതലുണ്ട്, എല്ലാം സൂപ്പർ അല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ആണോ? ശരിക്കും മധുരം കുറച്ച് കൂടിയില്ലേ? തേയില കുറച്ച് കുറഞ്ഞില്ലേ? ഇല്ല. കൺഗ്രാറ്റുലേഷൻ. എനിക്കറിയാം, എന്താ അറിയാ, കല്യാണം ആലോചിക്കാൻ വേണ്ടി ഞാൻ പെണ്ണ് കാണുന്നപ്പോ അന്ന് എനിക്കറിയാം, അന്ന് ഞാൻ പറഞ്ഞ കറക്റ്റാന്ന് പറയാ. അത് കുറെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയേക്കാണ്. ഓക്കെ, സൂപ്പർ. സോ എന്തായാലും ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ചെക്കന്റെ വീട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടാന്നുള്ളത് നോക്കണ്ടേ? അപ്പോ ചെക്കന്റെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ചേട്ടൻ തന്നെ എല്ലാവർക്കും ഇതൊന്ന് എത്തിച്ചാലും. അപ്പോ കാരണന്മാർ എന്തായി? ചായ എങ്ങനെയുണ്ട്? അങ്ങനെ ചായ ടാസ്ക് ചേട്ടൻ അതിമനോഹരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ചേച്ചിയും ഹാപ്പിയാണ്, മക്കളും ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഇത്. ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങളെല്ലാവരും കൂടെ ഒത്തെളിക്കുന്നതാണോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ ഞങ്ങൾക്കും കൂടെ തന്നപ്പോൾ മനസ്സിലായ ചേട്ടന് കൈപ്പുണ്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, ഇനി എന്തായാലും ചേട്ടന്റെ ടാസ്ക് കഴിഞ്ഞു. ചേച്ചിയുടെ ഗെയിമിംഗ് സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. ചേച്ചിക്ക് അറിയാം ഈ ഗെയിമിലും കൂടെ ചേച്ചി വിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത് ചേച്ചിയെ? എങ്ങോട്ടാ വന്നേ? ഫുഡ് കഴിക്കാൻ. യെസ്, ഇവർ സ്ഥിരം പ്രേക്ഷകരാണ് രണ്ടുപേരും. ഓക്കെ, മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ഇനി ഗെയിമാണ്. ഫണ്ണിയസ്റ്റ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഗെയിം സെഗ്മെന്റ്. ചേച്ചി ഗെയിം കളിക്കാൻ റെഡിയാണോ? റെഡി. എത്ര നാളായി കാണും ഏകദേശം? ഒരു എന്താ പറയാ, കുട്ടിക്കാലത്തൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട്? ഇവരൊക്കെ പിള്ളേരുടെ കൂടെ കളിക്കാനിരിക്കാറുണ്ടായിരുന്നോ? ഓക്കെ, സോ എനിവേ നമ്മുടെ പ്രോപ്പർട്ടി റെഡിയാണ്. പഴയ ഓർമ്മകളിലേക്ക് ചേച്ചിയെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോവാണ്. റെഡി അല്ലേ? ജയിക്കൂലേ? ജയിച്ചാൽ അറിയാലോ എന്താന്നുള്ളത്. ഓക്കെ, നൈസ്. അപ്പോ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ റബ്ബർ ബാൻഡ്സ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറെ കാർഡ്സും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ഈ റബ്ബർ ബാൻഡ് ഓരോന്നായിട്ട് എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ടിഷ് എന്ന് പറഞ്ഞിട്ട് അമ്പ് ചെയ്യണം. മൂന്നും കളയണം. ആദ്യം ഇത് വെച്ച് ഒന്ന് എറിഞ്ഞ് ആദ്യത്തെ ജെ കളയാം, പിന്നെ 3 കളയാം, പിന്നെ 6 കളയാം. അപ്പുറത്ത് കാണൂലായിരിക്കും അല്ലേ? നിങ്ങൾക്ക് കാണുണ്ടാവില്ല. ഓക്കെ, പോട്ടെ. എനിവേ 3 കാർഡും നമ്മൾ എറിഞ്ഞ് വീഴ്ത്തണം. ഓക്കെ, പക്ഷെ ചേച്ചിക്കുള്ള പ്രധാന പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റാണ് ചേച്ചിയുടെ സമയം. ഈ 1 മിനിറ്റിനകത്ത് ഇത് 3ഉം ചേച്ചി തട്ടി താഴെ ഇട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, ഗെയിം കളിക്കാൻ റെഡി അല്ലേ? ശരി, അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുക്കണം. ഓക്കെ ചേച്ചി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പോട്ടെ. 10 സെക്കൻഡ് കഴിഞ്ഞു. എത്തുന്നുണ്ട്, പോകുന്നുണ്ട്, ദൂരം കൂടുന്നുണ്ട്. ഓ, ഇത് ക്യാമറമാൻ തെറിച്ചു പോയി. 20 സെക്കൻഡ്, 25 സെക്കൻഡായി. ചേച്ചി നോക്ക്, താഴ്ത്തി കൊടുക്ക്. ഓ, 35 സെക്കൻഡ്. അത് തന്നെ കുറച്ചൊന്ന് താഴ്ന്നിരുന്ന് കൊടുത്തു നോക്കിയേ. ഓ അതെ പറ്റും. 40 സെക്കൻഡ്, 20 സെക്കൻഡ് കൂടെ ഉള്ള ചേച്ചി. ഓ യെസ്, 15 സെക്കൻഡ് ഇനി. അയ്യോ, ഒന്ന്, ഇനി 10 സെക്കൻഡ്, 8 സെക്കൻഡ്, 5, 4, 3, 2, 1. ഓക്കെ, സോ ഗെയിം ഓവർ.
ഒരു 45 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് ഇത് മനസ്സിലായത് ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്നുള്ളത്. എനിവേ ഡോണ്ട് വറി, നമ്മുടെ ട്രീറ്റ് മാത്രമാണ് മിസ്സായിട്ടുള്ളൂ. സൂര്യ കോമഡിയുടെ ഒരുപാട് ഗിഫ്റ്റ് ഞങ്ങൾ ചേച്ചിക്കും ഫാമിലിക്കും വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടാ കണ്ടായിരുന്നു ഇവിടെ ആ ഒരു ഗെയിം സെഗ്മെന്റ്? ഗെയിം ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? അത് അടിച്ച് വീഴ്ത്താൻ ഞാൻ വീഴ്ത്തുമെന്നാ വിചാരിച്ചു. പക്ഷെ അതിന്റെ ക്ലൈമാക്സിലായിട്ട് വന്നു കഴിഞ്ഞപ്പം ഒരെണ്ണം വീഴ്ത്തി. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് പറയായിരുന്നു അത് വീഴ്ത്തില്ല, ഇന്ന് വൈകുന്നേരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വീഴ്ത്തിനായിരിക്കും. ചേട്ടനെ പോലെ പെട്ടെന്ന് എല്ലാരും വീഴ്ത്താനുള്ള കഴിവ് ചേച്ചിക്കില്ല, പാവമാണ്. ഓക്കെ, എനിവേ നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങിലേക്ക് കിടക്കുന്നു. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്. ഫാം ഹൗസിന്റെ നല്ലൊരു ഉപഹാരം, വെണ്ണയും നെയ്യും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിന്റെ പാലും തൈരും. റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റി സ്പൈസ് കേക്കിന്റെ നല്ലൊരു അടിപൊളി പുഡിംഗ് കേക്ക്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഒക്കെ തന്ന സ്ഥിതിക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വൈൻഡപ്പിന് മുമ്പ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. ഞാൻ അവിടെ ഒരു ഇടയ്ക്കയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇടയ്ക്കാന്നാണോ അതിന്റെ പേരെന്ന് എനിക്ക് അറിയില്ല. തുടി. ഓക്കെ, ഇടയ്ക്ക് തുടിയാകും ചേട്ടാ. അപ്പൊ ഈ തുടി വെച്ചുകൊണ്ട് ആരെ ഇവിടെ പെർഫോം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മക്കൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് നാടൻ പാട്ടൊക്കെ പാടും. നാടൻ പാട്ട് ട്രൂപ്പ് ഉണ്ട് നമുക്ക്. അത് ശരി, എന്താ പേര്? കോമഡി ട്രൂപ്പ് കൂടാ, സ്റ്റേജ് ഇന്ത്യ തന്നെ. സ്റ്റേജ് ഇന്ത്യ തന്നെ. ഇവന്റ് മെഗാ ഷോ. ഓക്കെ, സൂപ്പർ. എല്ലാം ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. എന്ത് ചോദിച്ചാലും ഉണ്ട്. മധുരഗീതങ്ങളുണ്ട്. പഴയ പാട്ടുകൾ ചോദിച്ചാൽ പഴയ പാട്ടുകളുടെ പരിപാടി കൊടുക്കും. ഓക്കെ, ഒരു പരിപാടിയും കയ്യിൽ നിന്ന് പോകരുത്. ഡാൻസോ? ഡാൻസും ഉണ്ട്. ആര്, നിങ്ങൾ കളിക്കോ? സൂപ്പർ. ഇനി അടുത്ത വരവിൽ ഞാൻ ഡാൻസ് കളിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ സ്ഥലമല്ലേ ഇതിനകത്ത്. അപ്പൊ നമുക്ക് നല്ലൊരു അടിപൊളി നാടൻ പാട്ടോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്താലോ? കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. ഇന്ദിവരം പുലഴകുള്ളോള്, ഇന്ദ്രധനുസ് പിറന്നവള്, കുന്തിരിക്കത്തിൻ മണമുള്ളോള്, ചുണ്ടിൽ വിരിയും കരിക്കുമ്പോള്. ഇന്ദിവരം പുലഴകുള്ളോള്, ഇന്ദ്രധനുസ് പിറന്നവള്, കുന്തിരിക്കത്തിൻ മണമുള്ളോള്, ചുണ്ടിൽ വിരിയും കരിക്കുമ്പോള്. കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കണ്ണാരം പൊത്തി കളിച്ചപ്പോള്, കണ്ണിമ വെട്ടാതെ നോക്കിയോള്, കണ്ണിമങ്ങച്ചാറിന്റെ ഉള്ളോള്, കണ്ണീര് കണ്ടാലും നീന്നോള്. കണ്ണാരം പൊത്തി കളിച്ചപ്പോള്, കണ്ണിമ വെട്ടാതെ നോക്കിയോള്, കണ്ണിമങ്ങച്ചാറിന്റെ ഉള്ളോള്, കണ്ണീര് കണ്ടാലും നീന്നോള്. കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. പതങ്കതങ്ങൾ അണിഞ്ഞവള്, പാലയ്ക്കമോതിരമിട്ടവള്, പാലപ്പം പോലെ വെളുത്തവള്, പാമുള്ളനെ പോലെ തിളയ്ക്കണോള്. പതങ്കതങ്ങൾ അണിഞ്ഞവള്, പാലയ്ക്കമോതിരമിട്ടവള്, പാലപ്പം പോലെ തിളയ്ക്ക